ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പഠിക്കുന്ന കോളേജിൻ്റെ ഒരു ചെറിയ പോർഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആചാര്യയിലാണ് പഠിക്കണത്, ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ഗേറ്റാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് നമ്മൾ ഫസ്റ്റ് ഗേറ്റാണ്, നമ്മൾ കോളേജിലോട്ട് കയറുന്നതാണ്. കുറേ പേരൊക്കെ പോകുന്നുണ്ട്, എന്തോ പ്രോഗ്രാം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അഡ്മിഷൻ്റെ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അതിൻ്റെ ഇതാണ്. നമ്മളവിടെ എഴുതിയിട്ടേ അവിടെ കയറാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റുഡൻസിന് അല്ലാണ്ട് വരണമെങ്കിൽ അവിടെ നിന്ന് കയറണം, അല്ലാണ്ട് ആർക്കും കയറാൻ പറ്റത്തില്ല ഉള്ളിലോട്ട്. നമ്മളിങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് നമുക്ക് വെറുതെ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഓരോരുത്തരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് ഗൈസ്. പിന്നെന്താണ്, കുറേ കാര്യങ്ങൾ തന്നെ ഓരോരുത്തരും നമുക്ക് ഈ പോർഷൻസിലോട്ടൊക്കെ പോകുമ്പം ഓരോ ബിൽഡിങ്ങിലേക്കാണ് തരും, നമ്മൾ ഓരോ ബ്ലോക്കിലേക്കാണ് പോണേ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പുറത്തുള്ള കുറേ പേര് വരുന്നുണ്ട്, കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കോളേജിൻ്റെ. എന്താണ് ഇപ്പം കാണിക്കാൻ പോണത്? ഡിസൈനിങ് ബ്ലോക്കാണ്. ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ് ബ്ലോക്കും പിന്നെ വേറെ ഇത് ഇവിടെ ഇല്ലേ, വിഷ്വൽ ആർട്സിൻ്റെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സെയിം ഒരിടത്ത് തന്നെയാണ്. കോളേജിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഉള്ള ബ്ലോക്ക്. ഇത് നമ്മൾ കയറി വരുമ്പോൾ ആദ്യമുള്ള ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഗേറ്റാ സെക്കൻഡ് ഗേറ്റാ? ഫസ്റ്റ് ഗേറ്റ്. സെക്കൻഡ് ഗേറ്റ് ഉണ്ട്, നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇത് വിഷ്വൽ ആർട്സിൻ്റെ ഇവിടെ തന്നെയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു റോഡ് പോലെ അവിടെ തന്നെ ഉള്ള ബിൽഡിങ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അത് ബ്ലോക്കിലേക്ക് പോകണമെങ്കിൽ മറ്റേ സെക്കൻഡ് ഗേറ്റിൽ കൂടെ പോകണം. സെക്കൻഡ് നമുക്ക് ഇതിലെ കൂടെ പോകാൻ വഴിയുണ്ട്. ബട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ എടുക്കും. നമ്മളിപ്പോൾ പെട്ടെന്ന് പോകേണ്ട രീതിയിൽ പെട്ടെന്ന് എടുക്കുന്ന ഒരു വ്ളോഗാണിത്. ഇതൊക്കെ ഓരോ ബ്ലോക്കാണ്. നമുക്ക് ഈ ബ്ലോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടുന്ന് ഇപ്പം കാണുന്നില്ലേ ഇത് ഈ ബിൽഡിങ് ഏതാ? അപ്പോൾ അതാണ് ബികോം ഡിഗ്രി കോഴ്സസ് ഒക്കെ ഇവിടാണ്. ഇതാണ് ആ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിന് ഡിഗ്രി കോഴ്സസ് ഒക്കെ ഇവിടെ എല്ലാം ഉണ്ടെന്ന്. ഇവിടെ ഈവൻ എല്ലാ കോഴ്സും ഉണ്ട്. നമുക്ക് ബികോം വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഡിഗ്രി കോഴ്സസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ബ്ലോക്കാണ് ഇത്. ഇത് തൊട്ടടുത്ത ബ്ലോക്കാണ്. ഇതാണ് ആ ബ്ലോക്ക്. നമ്മൾ ആ കയറി വരുന്ന പോർഷൻസിൽ തന്നെ ഇത് നമ്മൾ എങ്ങോട്ട് പോയില്ല. നമ്മൾ ആ ഗേറ്റിൽ നിന്ന് ഡയറക്റ്റ് നടന്ന് നീങ്ങി വന്നതാണ്. വേറെ ഒരു ബ്ലോക്കിലോട്ടും പോയിട്ടില്ല. അടുത്ത അപ്പുറത്തൊക്കെ ബ്ലോക്കുകൾ ഇനി ഒരുപാട് ബ്ലോക്ക് ഉണ്ട്, നമ്മൾ കാണിക്കുന്നതായിരിക്കും വീഡിയോ. ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നില്ല, ഈ വഴി നമുക്ക് അപ്പുറത്തോട്ട് ബ്ലോക്കിലോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട് ഈ സൈഡിൽ കൂടെ. ഇത് നമ്മൾ നേരെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി കോളേജിന് വെളിയിൽ ഇറങ്ങാൻ പോയി ഈ വഴി പോയാൽ നമുക്ക് അടുത്ത ബ്ലോക്കിലോട്ട് പോകാം. അവിടെ സ്റ്റേഡിയം, അവിടെ ഇങ്ങനെ കുറേ കോഫി എക്സ്പ്രസ്, കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തോ ബ്ലോക്കുകളാണ്, അതൊക്കെ കാണിക്കാൻ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമുക്കിപ്പോൾ കോളേജിന് ഔട്ട്സൈഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് എൻജിനീയറിംഗ് ബ്ലോക്കാണ് കാണുന്നത്. അതാണ് നമ്മുടെ കോളേജിൻ്റെ മെയിനായിട്ടുള്ള എൻജിനീയറിംഗ് ബ്ലോക്ക്, മെയിൻ പാർട്ട്. കാരണം നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഗേറ്റിൽ കൂടെയും കയറാം. അപ്പം നമ്മൾ വരുന്ന സമയത്ത് ഈ ബ്ലോക്കാണ് നമ്മൾ എടുത്തറിയാൻ പറ്റുന്നത്, എൻജിനീയറിംഗ്. ആ കാണുന്നത് നമ്മുടെ ഇതാണ് ഓഡിറ്റോറിയമാണ്. എവിടെ എന്ത് പ്രോഗ്രാംസ് ഒക്കെ വന്നാലും നമ്മളിവിടെ വെച്ചാണ് നടത്തുന്നത് പ്രോഗ്രാംസ്. നമ്മുടെ മെയിൻ ഓഡിറ്റോറിയം. ഇതാ കുറേ പേര് വരുന്നുണ്ട്. ഇതിവിടെ എന്തോ വർക്ക് എന്തോ നടക്കുകയാണ് എൻജിനീയറിങ്ങിൻ്റെ. അതാണ് ബ്ലോക്ക്, ഇതാണ് എൻജിനീയറിംഗ് ബ്ലോക്ക്. ഇതാണ് അത്യാവശ്യം വലിപ്പമുണ്ട്. ഏറ്റവും എല്ലാ ബിൽഡിങ്ങിനേക്കായി വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി അത്യാവശ്യം ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ ബ്ലോക്ക്. നമ്മൾ ആ വരുന്ന വഴിയാണ്, നമ്മൾ എങ്ങോട്ടും പോയില്ല. അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നെന്ന് തോന്നുന്നു. ഓഡിറ്റോറിയം അവിടെ എന്തോ ഗ്രാജുവേഷൻ എന്തോ നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. സ്പോർട്സിൻ്റെ എന്തോ ഇതൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ എന്തോ പ്രോഗ്രാമാണ്, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒട്ടുമിക്ക ഫാമിലീസൊക്കെ പോകുന്നത് എനിക്കൊന്നും അവിടെ വന്നവരാണെന്ന് തോന്നുന്നു. പിന്നെ പാർക്കിംഗ് ഏരിയ. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും എല്ലാം പറ്റുമെന്ന് തോന്നുന്നല്ലേ? എല്ലാവർക്കും കൂടെ പറ്റുമെന്ന് തോന്നുന്നു. പേ ചെയ്യണമെന്ന് തോന്നുന്നു കയറി. നമ്മളിപ്പോൾ എത്താറായി. നമുക്കിപ്പം കോളേജിന് വെളിയിൽ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഇപ്പം നമ്മൾ ഇനി നമുക്കിപ്പം കുറേ ബ്ലോക്ക് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഏക 2-3 ബ്ലോക്ക് മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ.
ഇവിടെ എന്തോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ആരൊക്കെ. പക്ഷെ ഫുള്ളൊരു മരമൊക്കെ കൂടി എല്ലാം ഒരു നേച്ചർ വൈബാണ്. നേച്ചർ ഒരു ഫുള്ളൊരിതാണ്. പിന്നെ കുറച്ച് ഞങ്ങളുടെ ഷോ ചെയ്യും. കുറച്ച് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്യുന്നു. ഞങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻസാണ്. ഞങ്ങൾ നേഴ്സിങ്ങിൻ്റെ മറ്റേ വീഡിയോ ചെയ്യുന്നതായിരിക്കും, നേഴ്സിംഗ് കോളേജിൻ്റെ. ഞങ്ങളിപ്പം പുറത്തോട്ട് പോകാൻ നമുക്ക് സാറ്റർഡേ ഉച്ച വരെ ഉള്ളൂ. ബാക്കി പോർഷൻസ് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നമ്മളിന്നിപ്പം ഉച്ച വരെ ആയതുകൊണ്ട് ഇതെല്ലാം പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. നമുക്ക് ഉച്ച വരെ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് കോളേജിന് വെളിയിലെത്തിയിട്ട് കാണിക്കാം. എന്തൊക്കെയോ കാണിക്കുന്നു. അത് നമ്മൾ ഇറങ്ങാറായി നിൽക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ ഈ വേണമെങ്കിൽ നമുക്ക് രാവിലെ മോർണിംഗ് ഈ വഴി കയറി വരാം. നമുക്ക് കോളേജിലോട്ട് പോകണമെങ്കിൽ അവിടെ നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ് കാണണം. അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലാണ്ട് ERP വഴി നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കയറാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ID കാർഡൊക്കെ കിട്ടിയത് കൊണ്ട് ID കാർഡ് ഇല്ലാണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഗേറ്റിൽ കൂടെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4th ഗേറ്റിൽ കൂടെ നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പം ഇവിടെയും നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ഈ സ്റ്റുഡൻസിന് പാർക്ക് ചെയ്യാവുന്നൊരു ഇതുണ്ട്. അവിടെ കാറൊക്കെ കിടക്കുന്ന സ്റ്റുഡൻസിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റീസ് ഉണ്ട്. ആ വഴി ഇറങ്ങാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. ആരൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്റ്റുഡൻസിൻ്റെ ആണ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസാണ് അവിടെ പാർക്ക് ചെയ്യാറ്. നമുക്ക് അവിടെ പേ ചെയ്തിട്ട് പാർക്ക് ചെയ്യാം. കാരണം കോളേജിൻ്റെ ഒരു ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കാം ഭയങ്കര സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇവർക്ക് കാറിനൊന്നും പറ്റില്ല. കാരണം ഇവരെല്ലാം ഇവിടെ എല്ലാം 4th ഗേറ്റിൽ കൂടെ പോവുകയാണ്. എന്തൊക്കെയോ അവർ പോകുന്നേ ഉള്ളൂ. നമുക്ക് ആ നേരെ ഓപ്പോസിറ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ ലേ ഔട്ടാണ്. എന്ന് വെച്ചാൽ പാർക്ക് പോലെ അവിടെയൊക്കെ ഉള്ള അത് ആ ലേ ഔട്ടിനകത്ത് കുറേ ബിൽഡിങ്സ് ഉണ്ട്. PG എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റൂംസ് അക്കോമഡേഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പം കോളേജിൻ്റെ വെളിയിലിട്ട് ഇറങ്ങി. നമ്മളിപ്പം കോളേജിൻ്റെ വെളിയിലാണ്. ഇതാണ് നമ്മളിപ്പം വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ നടന്ന് എത്തിയപ്പോൾ നമ്മൾ കോളേജിൻ്റെ 5th ഗേറ്റ് എന്ന് വെച്ചാൽ ഫാർമസി ബ്ലോക്കിൻ്റെ അവിടെ എത്തി. നമുക്ക് വേണമെങ്കിൽ ഈ വഴി ഇറങ്ങി വരാമായിരുന്നത്. അവിടെ കാണുന്നത് ഫാർമസിയുടെ ഒരു ബിൽഡിങ്. അത് ചെയ്തുകൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ ക്ലാസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ വഴി ഇറങ്ങി വരാമായിരുന്നു. നമ്മൾ 4th കൂടി ഇങ്ങനെ ഇറങ്ങി നമ്മളിവിടെ എത്തി. അതാണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള സ്റ്റുഡൻസിനെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടും. അപ്പം നമ്മൾ എത്തി ക്ഷീണിച്ചൊരു ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതാണ് ആ ബ്ലോക്കൊക്കെ. തൊട്ടിപ്പുറത്ത് ജിമ്മ്, ഒരു ഷോപ്പൊക്കെ ഉണ്ട്. മലയാളികളുടെ ഷോപ്പാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോളേജ് ബസ്സിൽ നമ്മളെ കൊണ്ടുവിടും കേട്ടോ. ഇത്രയും ദൂരമല്ലേ നമുക്ക് ഹോസ്റ്റൽ വരെ പോകണമെങ്കിൽ. അപ്പം നേഴ്സിങ്ങിൻ്റെ ബ്ലോക്കിനകത്താണ് നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് അവിടോട്ട് പോകാനൊക്കെ നല്ല ഇതാണ്. നമ്മൾ നേഴ്സിങ്ങിൻ്റെ ബ്ലോക്കിലാണ് നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ കോളേജ് ബസ്സിൽ തന്നെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അവിടെ എത്തിക്കും. നമ്മളത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചു ബ്ലോഗാണ്. ഓക്കെ, ബൈ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം.